ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഐഫോണിൻ്റെ കീബോർഡിൻ്റെ കുറച്ച് സെറ്റിങ്സുകളെ കുറിച്ചാണ്. പ്രത്യേകിച്ചും ഐഫോൺ തുടക്കക്കാർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത്. ഐഫോണിൻ്റെ കീബോർഡിൻ്റെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സെറ്റിങ്സുകളാണിത്. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഐഫോണിൻ്റെ കീബോർഡിൽ ഷോർട്ട് കട്ടുകൾ എങ്ങനെ കൊടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സെറ്റിങ്സിൽ ജനറൽ ഓപ്പൺ ചെയ്യുക. അതിൽ നമുക്ക് കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കീബോർഡ് എന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് കീബോർഡ് എന്നുള്ളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലുള്ള ഒരു വിൻഡോ കിട്ടും. ഇവിടെ രണ്ടാമതായിട്ട് കാണുന്ന ടെക്സ്റ്റ് റീപ്ലേസ്മെൻ്റ് എന്നുള്ള ഓപ്ഷനാണ് നമുക്ക് ഷോർട്ട് കട്ട് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിലായിട്ട് നമുക്കൊരു പ്ലസ് മാർക്ക് കാണാൻ പറ്റും. അത് നമ്മൾ ടാപ്പ് ചെയ്യുക. അത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വിൻഡോ കിട്ടും. ഇവിടെ ഫ്രേസ് എന്നുള്ളിടത്തിൽ നമുക്ക് ഏത് വാക്കാണ് നമുക്ക് ഷോർട്ട് കട്ട് കൊടുക്കേണ്ടത്, നമ്മൾ സ്ഥിരമായിട്ട് ചാറ്റ് ചെയ്യുന്ന സുഖമാണോ അല്ലെങ്കിൽ ഞാൻ തിരക്കിലാണ് എന്നൊക്കെ ഉള്ള വാക്കുകൾ നമുക്കവിടെ ടൈപ്പ് ചെയ്തിട്ട് അതിനൊരു ഷോർട്ട് കട്ട് തൊട്ട് താഴെയായിട്ട് ഒരു കീവേഡ് നമുക്ക് കൊടുക്കാൻ പറ്റും. ആ കീവേഡ് കൊടുക്കുന്നതിലൂടെ നമുക്ക് പിന്നീട് ടൈപ്പ് ചെയ്യുമ്പോൾ ആ വാക്കുകൾ ടൈപ്പ് ചെയ്യുമ്പോൾ ജസ്റ്റ് ആ കീവേഡ് അല്ലെങ്കിൽ ആ ഷോർട്ട് കട്ട് മാത്രം കൊടുത്താൽ തന്നെ നമുക്ക് ആ വാക്ക് നമുക്ക് കിട്ടുന്നതാണ്. ഇത് നമുക്ക് ചാറ്റ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ മെസ്സേജ് അയക്കുമ്പോഴൊക്കെ നമുക്ക് ടൈപ്പിംഗ് വളരെ ഈസി ആക്കാൻ സഹായിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഞാനിവിടെ ടൈപ്പ് ചെയ്യാൻ പോകുന്നത് സുഖമാണോ. നമ്മൾ സാധാരണ ചാറ്റ് ചെയ്യുമ്പോഴൊക്കെ ചോദിക്കുന്ന സുഖമാണോ എന്ന വാക്ക് ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ്. ഫ്രേസ് എന്നുള്ളിടത്ത് അതിൻ്റെ തൊട്ട് താഴെ ഷോർട്ട് കട്ട് എന്നുള്ളിടത്ത് ഞാനതിന് ഒരു ചെറിയ എന്തെങ്കിലും 1-2 ലെറ്റർ നമുക്ക് ഷോർട്ട് കട്ടായിട്ട് കൊടുക്കുന്നു. അത് ഷോർട്ട് കട്ട് നമ്മളെപ്പോഴും ഓർമ്മിച്ച് വെക്കണം. അപ്പോൾ ഞാനിവിടെ താഴെ M1 എന്ന് ഒരു ഷോർട്ട് കട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പിന്നീട് എപ്പോഴും എനിക്ക് സുഖമാണോ എന്ന് ടൈപ്പ് ചെയ്യേണ്ടതിന് പകരം ജസ്റ്റ് M1 എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ, അല്ലെങ്കിൽ എന്ത് ഷോർട്ട് കട്ടാണോ കൊടുത്തത് അത് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്കവിടെ കീബോർഡിൽ നമ്മുടെ ആ കൊടുത്ത വാക്ക് അവിടെ കിട്ടുന്നു. ഇത് ഏത് ലാംഗ്വേജും, അതായത് നമുക്ക് മലയാളം മാത്രമല്ല ഇംഗ്ലീഷ്, അറബിക്ക്, ഹിന്ദി ഏത് ലാംഗ്വേജും നമുക്ക് ഇതുപോലെ ഷോർട്ട് കട്ട് കൊടുത്തിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിൽ ഞാൻ ഓൾറെഡി കുറേ ഷോർട്ട് കട്ടുകൾ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഇനിയും 1-2 കൂടി കൊടുക്കുകയാണ്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ കുറച്ച് തിരക്കിലാണ് എന്നുള്ളത് ഞാനിവിടെ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് അതിനൊരു ഷോർട്ട് കട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും ടൈപ്പ് ചെയ്യേണ്ടതിന് പകരം നമുക്ക് വെറും 1-2 ലെറ്റർ കൊണ്ട് നമുക്ക് നമ്മുടെ ടൈപ്പിംഗ് സാധിക്കുന്നതാണ്. അതാണ് ഈ ഷോർട്ട് കട്ട് കൊണ്ടുള്ള ഗുണം. അതുകൂടാതെ നമ്മൾ മറ്റ് ലാംഗ്വേജുകൾ ടൈപ്പ് ചെയ്യുന്നവർ, അറബിക്ക് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് സാധാരണയായിട്ട് അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഒരു ഷോർട്ട് കട്ടായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് റിപ്ലൈ ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. അതേപോലെ തന്നെ മറ്റ് ലാംഗ്വേജുകൾ ഹിന്ദിയിൽ വേണമെങ്കിൽ ഹിന്ദിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഷോർട്ട് കട്ട് ഹിന്ദിയിൽ കൊടുക്കണമെന്നില്ല. ഷോർട്ട് കട്ട് നമ്മൾ വീണ്ടും ഇംഗ്ലീഷ് ലെറ്റർ കൊടുത്താൽ മതി. ഇനി നമ്പേഴ്സ് വേണമെങ്കിൽ നമ്പേഴ്സ് കൊടുക്കാൻ പറ്റും. ഏത് നമ്പേഴ്സും ലെറ്റേഴ്സും മിക്സ് ചെയ്തിട്ട് കൊടുക്കാനും പറ്റും. ഞാനിതിനിവിടെ N1 എന്നാണ് ഇവിടെ ഷോർട്ട് കട്ട് കൊടുക്കുന്നത്. ഇത്രയും, അതായത് ഞാൻ കുറച്ച് തിരക്കിലാണ് എന്നുള്ളതിന് N1 എന്നുള്ള ഒരു ഷോർട്ട് കട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ N1 എന്നുള്ള ടൈപ്പ് ചെയ്യുമ്പോൾ പിന്നീട് ഈ ഒരു വാക്ക് എനിക്ക് കിട്ടുന്നതാണ്. ഇവിടെ നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഞാനിവിടെ വാട്സാപ്പിൽ ഒരാളുമായിട്ട് ചാറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതിൽ ഞാനിപ്പോൾ ടൈപ്പ് ചെയ്യുന്നത് ഞാൻ കൊടുത്ത ഷോർട്ട് കട്ടാണ് ഇപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ പെട്ടെന്ന് തന്നെ ഇത് വരുന്നത് കാണാൻ പറ്റും. ഇതെൻ്റെ ഒരു സുഹൃത്താണ്. അവന് ഇങ്ങനത്തെ ടെസ്റ്റിംഗ് ടൈപ്പിംഗ് ഒക്കെ ഇവനാണ് അയക്കാറ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവൻ എന്നെ അതിൻ്റെ റിപ്ലൈ നല്ലപോലെ തരാറുണ്ട്. അപ്പോൾ കുറേ ടെക്സ്റ്റുകൾ ഞാൻ അവന് ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഞാനിവിടെ N2 എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഞാൻ കുറച്ച് തിരക്കിലാണ് എന്ന് ഇവിടെ വന്നിരിക്കുകയാണ്. നമുക്ക് ഒന്നുകിൽ സ്പേസ് ബട്ടൺ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അതിൻ്റെ ഫുൾ ഫോം കിട്ടും. അല്ലെങ്കിൽ നമുക്കിവിടെ കീബോർഡിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇവിടെ കാണിക്കുന്നതാണ്. അത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാലും നമുക്കിവിടെ ആ വാക്ക് കിട്ടുന്നതാണ്. ഇവിടെ മുമ്പ് കൊടുത്തു വെച്ച കുറേ ഷോർട്ട് കട്ടുകൾ ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും M1 എന്നൊക്കെ കൊടുക്കുമ്പോൾ ഹായ് സുഖമാണോ എന്നൊക്കെ വരുന്നത്. ഇതൊക്കെ ഞാനിങ്ങനെ ഇപ്പോൾ ചാറ്റ് ചെയ്യുകയാണ്. ഈ മെസ്സേജിൻ്റെ റിപ്ലൈ കുറേ കഴിയുമ്പോൾ അവൻ തിരിച്ചയക്കാറുണ്ട്. കല്ലെടുത്തെറിയുന്ന ഒരു സ്റ്റിക്കറുണ്ട്, സാധാരണ അതാണ് തിരിച്ചയക്കാറ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും ഇതേപോലെ ഷോർട്ട് കട്ടുകൾ കൊടുത്തിട്ട് ടൈപ്പിംഗ് ആൻഡ് മെസ്സേജിംഗ് ഒക്കെ വളരെ ഈസി ആക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാനിവിടെ അറബിക്കിലും കുറേ വാക്കുകൾ ഇവിടെ ഷോർട്ട് കട്ട് കൊടുത്തിട്ടുണ്ട്. അത് ചാറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ കുറച്ച് അറബിക് വാക്കുകൾ ടൈപ്പ് ചെയ്യുകയാണ്. ഇവിടെ MAA എന്നുള്ള ഷോർട്ട് കട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മാഷാ അല്ലാ എന്ന് കാണാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ. അതുപോലെ തന്നെ അസ്സലാമു അലൈക്കും എന്നുള്ള കൊടുത്തിട്ടുണ്ട്, വലൈക്കും അസ്സലാം എന്നുള്ള കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ജസ്റ്റ് നമുക്കൊരു ഷോർട്ട് കട്ടിലൂടെ നമുക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ മെസ്സേജ് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഈ വാക്കുകൾ ഇവിടെ ചാറ്റ് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇവിടെ വലൈക്കും അസ്സലാം എന്നുള്ളത് അറബിക്കിൽ ഇവിടെ വന്നിരിക്കുകയാണ്. അതിന് VKM എന്നാണ് ഞാൻ ഷോർട്ട് കട്ട് കൊടുത്തിരിക്കുന്നത്. അടുത്തതായി നമുക്ക് മലയാളം ടൈപ്പിംഗ് എങ്ങനെ നമുക്ക് നല്ല ഒരു ഈസി ഒരു മലയാളം ടൈപ്പിംഗ് ആപ്ലിക്കേഷനാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് പ്രത്യേകിച്ചും ഐഫോൺ തുടക്കക്കാർക്ക് കീബോർഡിൽ മലയാളം ലാംഗ്വേജ് ടൈപ്പ് ചെയ്യുമ്പോൾ മലയാളം എങ്ങനെ ആഡ് ചെയ്യാം, അതുപോലെ തന്നെ അതിന് നല്ല തെറ്റ് ചെയ്യാതെ ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആപ്ലിക്കേഷൻ്റെ പേര് വരമൊഴി എന്നാണ്. അതിൻ്റെ കീബോർഡ് നമുക്ക് നമ്മുടെ കീബോർഡിൽ ആഡ് ചെയ്യാൻ പറ്റും. അതോടെ നമുക്ക് മലയാളം ടൈപ്പിംഗ് വളരെ ഈസി ആയിരിക്കും. അപ്പോൾ വരമൊഴിയുടെ ആപ്പ് മലയാളം കീബോർഡ് കിട്ടാൻ വേണ്ടി നമ്മൾ ആദ്യമായിട്ട് ആപ്പ് സ്റ്റോറിൽ പോയിട്ട് വരമൊഴി എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് വരമൊഴിയുടെ ആപ്പ് കാണാൻ പറ്റും. അത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട് അത് നമ്മുടെ കീബോർഡിൽ ആഡ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോൾ ഞാനിവിടെ വരമൊഴി ഡൗൺലോഡ് ചെയ്തിരിക്കുകയാണ്. വരമൊഴി കൂടാതെ തന്നെ ഒരുപാട് ആപ്പ് അതുപോലെ തന്നെ ഉണ്ട്. എഴുത്താണി, അതുപോലെ തന്നെ മംഗ്ലീഷ്, ഇങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. പക്ഷേ എനിക്ക് കൂടുതലും ഈസി ആയിട്ട് തോന്നിയത്, അതുപോലെ തെറ്റില്ലാതെ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നതായിട്ടും തോന്നിയത് വരമൊഴിയാണ്. ഞാൻ കുറേ കാലമായിട്ട് ഇപ്പോൾ അത് തന്നെയാണ് ഉപയോഗിക്കാറ്. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സിൽ നമ്മൾ ജനറൽ എന്നുള്ളത് ഓപ്പൺ ചെയ്യുക. ജനറൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് താഴോട്ടായിട്ട് നമുക്ക് കീബോർഡ് എന്ന് കാണാൻ പറ്റും. ഡേറ്റ് ആൻഡ് ടൈമിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് നമുക്ക് കീബോർഡ് എന്ന് കാണാൻ പറ്റുക. അപ്പോൾ കീബോർഡ് ഓപ്പൺ ചെയ്യുക. അതിൽ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് കാണാൻ പറ്റും, ഏറ്റവും മുകളിലായിട്ട് കാണുന്ന കീബോർഡ്സ് എന്നുള്ളത്. അവിടെ നോർമലി 3 കീബോർഡ് ഓൾറെഡി അവിടെ ഉണ്ടാവും. ഇംഗ്ലീഷ്, അതുപോലെ തന്നെ ഇമോജി, നമ്പേഴ്സ്, നമുക്ക് കുറഞ്ഞ് 2-3 കീബോർഡ് അവിടെ ഉണ്ടാവും. അവിടെ നമ്മൾ ഏറ്റവും മുകളിലായിട്ട് കാണുന്ന ആഡ് കീബോർഡ് എന്നുള്ളത് ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. ആഡ് എന്നുള്ളത് ആഡ് എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് പുതിയ കീബോർഡ് അവിടെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ആദ്യമുള്ള മലയാളം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാണ് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുതിയ അതായിട്ട് ഞാൻ ആഡ് കീബോർഡ് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ലാംഗ്വേജിൻ്റെ ലിസ്റ്റ് വരും. അതിൽ എല്ലാ ലാംഗ്വേജും ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇല്ലാത്ത ഒരു കീബോർഡാണ് ഇപ്പോൾ ആഡ് ചെയ്തത്, നമ്മുടെ ഈ ലിസ്റ്റിലില്ലാത്തത്, വരമൊഴി എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് കുറച്ച് താഴോട്ടായി സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരമൊഴി എന്നുള്ള ആപ്പ് ഇവിടെ കീബോർഡ് ഇവിടെ കാണാൻ പറ്റും. ആ ലാംഗ്വേജ് നമ്മൾ ആഡ് കൊടുക്കുക. ആഡ് കൊടുത്തതിന് ശേഷം നമ്മളത് ഓപ്പൺ ചെയ്തിട്ട് അലോ ആക്സസ് ഫുൾ എന്നുള്ളത് ഇനേബിൾ ചെയ്ത് കൊടുക്കണം. അത് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കീബോർഡ് വർക്ക് ചെയ്യുന്നതാണ്. പക്ഷേ ഫുൾ ആക്സസ് കിട്ടണമെങ്കിൽ അലോ ആക്സസ് ഫുൾ എന്ന് കൊടുക്കണം. അപ്പോൾ അതിനുശേഷം നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ കീബോർഡിൽ അത് താഴെ കാണുന്ന ഗ്ലോബ് ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ മലയാളം കീബോർഡ് വന്നതായിട്ട് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ കീബോർഡ് ഇവിടെ വന്നിരിക്കുകയാണ്. ഈ കീബോർഡിൻ്റെ താഴെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഗ്ലോബ് ബട്ടൺ നമ്മൾ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ഉള്ള എല്ലാ കീബോർഡുകളും കാണിക്കും. അപ്പോൾ ഏറ്റവും താഴെയായിട്ട് അവിടെ മലയാളം കീബോർഡ് എന്നുള്ളത് വന്നിട്ടുണ്ടാവും. നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് മംഗ്ലീഷിലാണ്. മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് വരും. ഉദാഹരണത്തിന് ഇവിടെ എന്നുള്ളതിന് EIVIDE എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ എന്നുള്ള മലയാളം ലെറ്റർ അവിടെ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നോർമലായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന എല്ലാ വാക്കുകളും സാധാരണ നമ്മൾ മംഗ്ലീഷിൽ എങ്ങനെയാണോ ടൈപ്പ് ചെയ്യുന്നത് അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അവിടെ നമ്മുടെ മലയാളം വേർഡുകൾ അവിടെ കിട്ടുന്നതാണ്. ഇതേപോലെ തന്നെ നമുക്ക് അറബിക് ലാംഗ്വേജും ഹിന്ദി ലാംഗ്വേജും മറ്റ് ലാംഗ്വേജുകളൊക്കെ നമുക്ക് കീബോർഡിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആഡ് കീബോർഡ് കൊടുത്തതിന് ശേഷം നമ്മളതിൽ സെർച്ച് ചെയ്ത് നോക്കുക. അതിൽ നമുക്ക് കാണാൻ പറ്റും അറബിക് കീബോർഡും ഹിന്ദി കീബോർഡൊക്കെ ഓൾറെഡി അവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് മറ്റ് ഭാഷകളും അതുപോലെ തന്നെ ഇതിൽ കീബോർഡിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ പുതിയൊരു കീബോർഡ് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക, ജനറൽ ഓപ്പൺ ചെയ്യുക, അതിൽ കീബോർഡ് ഓപ്പൺ ചെയ്യുക, ആഡ് കീബോർഡ് എന്നുള്ളത് കൊടുക്കാം. അതിൽ നിന്ന് നമുക്ക് കീബോർഡുകൾ സെലക്ട് ചെയ്യാൻ പറ്റും. ഓൾറെഡി ഐഫോണിൽ ഉള്ള ലാംഗ്വേജസ് അതിൽ കാണിക്കും. അറബിയൊക്കെ അതിൽ ഓൾറെഡി ഉണ്ടാവും. മറ്റ് ലാംഗ്വേജുകളാണെങ്കിൽ നമുക്ക് ഇതേപോലെ ആപ്ലിക്കേഷൻ ത്രൂ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതോടുകൂടി എൻ്റെ ഇന്നത്തെ വീഡിയോ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. സൈനിങ് ഓഫ് ആൻവർ CNC ടാപ് ടെക്.